നമുക്കറിയാം ഇറാനിൽ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിൽ ആകെ ഒരു യുദ്ധഭീതിയിലാണ് കുറച്ചു ദിവസങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇറാനിൽ ഞങ്ങൾ ഇടപെടുമെന്നും ഇറാനെ ഇന്ന് ആക്രമിക്കും നാളെ ആക്രമിക്കും എന്നുള്ള രീതിയിൽ ട്രംപ് ഡയലോഗ് നടത്താൻ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ട്രംപിന്റെ ഭീഷണി വർദ്ധിച്ചപ്പോൾ എല്ലാവിധ സന്നാഹങ്ങളുമായി ഇറാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ മറുപടിയാണ് ട്രംപിന് കൊടുത്തിട്ടുള്ളത്. ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിശക്തമായ തിരിച്ചടിയായിരിക്കും നേരിടേണ്ടി വരിക എന്ന് കഴിഞ്ഞ ജൂണിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിൽ ഞങ്ങൾ കാഴ്ചവെച്ച രീതിയിലുള്ളതായിരിക്കുകയില്ല ഇനി ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാലെന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയും അതുപോലെ ഇറാനിയൻ ഉദ്യോഗസ്ഥരൊക്കെയും അമേരിക്കക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് തികച്ചും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി എന്ന് പറയുന്നത്, ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ മേഖലയിലെ അമേരിക്കൻ ബേസ് ഞങ്ങൾ ആക്രമിച്ച് തകർക്കുമെന്നുള്ളതാണ്. തീർച്ചയായും ഗൾഫ് രാജ്യങ്ങളിൽ നമുക്കറിയാം അമേരിക്കക്ക് ഒരുപാട് വ്യോമതാവളങ്ങളുണ്ട്. ഖത്തറിലെ ഏറ്റവും വലിയ പ്രദേശത്തെ മേഖലയിലെ ഏറ്റവും വലിയ ബേസ്, അതായത് 24 ഹെക്ടർ, ഏകദേശം 59 ഏക്കർ ഭൂമിയോളം വരുന്ന വളരെ വിശാലമായ അങ്ങ് ഈജിപ്ത് മുതൽ ഇങ്ങ് കസാക്കിസ്ഥാൻ വരെ അമേരിക്ക നിയന്ത്രിക്കുന്നത് ഈ ഒരു ബേസ് വെച്ചുകൊണ്ടാണ്. തീർച്ചയായും കഴിഞ്ഞ ജൂണിൽ ഈ ഒരു ബേസിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. അപ്പൊ ഇന്ന് വരുന്ന ഏറ്റവും വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത്, അതായത് ബുധനാഴ്ച വൈകുന്നേരം റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഈ ഖത്തറിലെ ബേസിൽ നിന്ന് പ്രധാനപ്പെട്ട ചില സൈനിക ഉദ്യോഗസ്ഥരോട് മാറാൻ, തൽക്കാലത്തേക്ക് മാറി നിൽക്കുവാനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ജൂണിലും ഇതിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ ജൂണിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ പോകുന്നതിന് മുമ്പും ഇത്തരത്തിൽ ചില സൈനിക മേധാവികളോട് ഈ വ്യോമതാവളം വിടാനുള്ള നിർദ്ദേശം ലഭിക്കുകയും അതേ തുടർന്ന് ചില മേധാവികളും കുടുംബങ്ങളും ഈ വ്യോമതാവളം വിടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നിർദ്ദേശം ലഭിച്ചതിന് ശേഷം ഒരാഴ്ചക്ക് ശേഷമായിരുന്നു ഇറാനെ അമേരിക്ക ആക്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ഇത്തരത്തിലൊരു നിർദ്ദേശം വരുമ്പോൾ തീർച്ചയായും എപ്പോഴാണ് ഇറാനെ ഈ അടുത്ത നിമിഷത്തിൽ അമേരിക്ക ആക്രമിക്കാൻ പോകുന്നുണ്ട്, നാളെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇറാനെ ആക്രമിക്കാൻ അമേരിക്കക്ക് പദ്ധതിയുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന വിധമാണ് ഈ ഒരു വാർത്ത അന്തർദേശീയ മാധ്യമങ്ങൾ മുഴുക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ ഖത്തറിലെ അമേരിക്കൻ എംബസിയുമായി ബന്ധപ്പെട്ടെങ്കിലും അവരിൽ നിന്ന് യാതൊരു മറുപടിയും ലഭിച്ചില്ലെന്നും, ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തെ ബന്ധപ്പെട്ടിരുന്നെങ്കിലും യാതൊരു ഔദ്യോഗിക പ്രതികരണവും ലഭിച്ചില്ലെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുകയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് വരുമ്പോൾ മിഡിൽ ഈസ്റ്റ് ആകെ പരിഭ്രാന്തിയിലാണ്. വീണ്ടും മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിലേക്ക് പോകുമോ, ഇറാനെ അമേരിക്ക ആക്രമിക്കുമോ, മേഖലയിലെ വ്യോമതാവളങ്ങൾ ഇറാൻ ആക്രമിക്കുമോ, അങ്ങനെ തുടങ്ങിയുള്ള വളരെ വലിയ ഭീതി പടരുന്ന ഒരു അന്തരീക്ഷമാണ് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇറാനിൽ സംഘർഷം രൂക്ഷമാണ്. മരണസംഖ്യ എത്രയാണെന്ന് പോലും പ്രവചിക്കാൻ ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷന് പോലും, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോട്ടെ, ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷന് പോലും കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ നീങ്ങിപ്പോകുന്നത്. തീർച്ചയായും ഈ സംഘർഷം രൂക്ഷമായതോടെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും പ്രതിനിധികൾ ഇറാനുമായി നേരിട്ടുള്ള ബന്ധം, നേരിട്ടുള്ള സംസാരം ഉപേക്ഷിച്ചു കഴിഞ്ഞു, താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങൾ വരുന്നു. അതായത് സംഘർഷം ഇത്തരത്തിൽ രൂക്ഷമായതോടെ ഇറാനുമായുള്ള ബന്ധം താൽക്കാലികമായി വിച്ഛേദിച്ചെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും അതുപോലെ അമേരിക്കൻ മിഡിൽ ഈസ്റ്റ് ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും തമ്മിലുള്ള സംസാരം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതിനിടയ്ക്ക് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒമാനും അതുപോലെ മറ്റു ചില രാജ്യങ്ങളും മധ്യവർത്തിയായി നിന്നുകൊണ്ട് അമേരിക്കക്കും ഇറാനും ഇടയിൽ സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വാർത്ത കൂടി വന്നിരുന്നു. പക്ഷെ അതിനൊക്കെ ഇടക്കാണ് ഖത്തറിലെ ഏറ്റവും വലിയ വ്യോമതാവളത്തിൽ നിന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരോട് താൽക്കാലികമായി വ്യോമതാവളം വിടണമെന്ന നിർദ്ദേശം ലഭിക്കുന്നത്. ഈ ഒരു നിർദ്ദേശം പൂർണ്ണമായും ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ളതാണോ എന്ന ഭയം മേഖലയിൽ ആകെ പടർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സംഘർഷം യുദ്ധത്തിലേക്ക് കലാശിക്കുമോ എന്നറിയില്ലെങ്കിലും ഇത്തരത്തിലൊരു വാർത്ത വരുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നത്. ദ ടൈംസ് ഓഫ് ഇസ്രായേൽ, അൽ ജസീറ പോലെയുള്ള എല്ലാ മാധ്യമങ്ങളും റോയിറ്റേഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വാർത്ത കൊടുത്തിട്ടുമുണ്ട് എന്നുള്ളതാണ്. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.